ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻ തലക്കറി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അയലയുടെ മീൻ തലയായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ തല മീൻ കറി ഇട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലയുടെ തലയാണ്. അപ്പോൾ നമുക്കിത് വലിയ മീനൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എനിക്കിവിടെ അയലയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ തല ഇട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 1/2 കിലോ മീനിൻ്റെ തല എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർന്ന് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ചതയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇത് 3ഉം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ 3 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് ശേഷം നിങ്ങൾ ചെറുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇത് 3 നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളാംശമൊക്കെ പോയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് ഞാനിവിടെ വാളംപുളി വെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 4 കഷ്ണം കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനാവശ്യമായുള്ള വാളംപുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നന്നാക്കി വെച്ച മീൻ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായി മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വലിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ തലയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ അയില തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.